ഡോക്ടർ എം ജി ശശിഭൂഷൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ശശിഭൂഷൺ, നമസ്തേ, സ്വാഗതം പുത്തമ്പുലരിയിലേക്ക്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് അങ്ങയെ അവതരിപ്പിക്കുന്നത്. കാര്യം ഞങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ശബരിമല തീർത്ഥാടനം ഒട്ടനവധി തവണ അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു സീസണിൽ തന്നെ പലവട്ടം മലയാള മനോരമയ്ക്കായി മല കയറി റിപ്പോർട്ട് ചെയ്തയാളാണ്. അതിനുശേഷം ഞങ്ങൾക്കും പിന്നെ ഭാവി തലമുറയ്ക്കും കാത്തുവയ്ക്കാനായി ഒട്ടനവധി സൃഷ്ടികൾ സമ്മാനിച്ച ആളുമാണ്. പലപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും ഓടിയെത്തുന്നത് കവടിയാറിലെ അങ്ങയുടെ വസതിയിലേക്കാണ്. നമുക്ക് വരുന്ന തെറ്റുകൾ പോലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഏതാണ് ശരി എന്നൊക്കെ അറിയാൻ നമ്മൾ ആശ്രയിക്കുന്ന ശശിഭൂഷൺ സാറിനെയാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറയുകയായിരുന്നു സന്നിധാനത്ത് പലവട്ടം പോയിട്ടുണ്ട്. അന്ന് ഈ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫോൺ പോലും ഉണ്ടോ എന്ന് സംശയം. അവിടെ റേഞ്ച് ഇല്ലല്ലോ. അപ്പൊ അതാണ് വാർത്തയായി എങ്ങനെ എത്തിക്കുന്നു, അതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അതെ. അപ്പോൾ ആദ്യം തന്നെ മണ്ഡലകാലം, നമ്മൾ പലതരത്തിൽ പാട്ടുകളുണ്ട്, നമ്മൾ പലതും പറയുന്നു, പ്രസംഗിക്കുന്നു. എന്താണ് മണ്ഡലകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങാം. സ്വാഗതം സർ. നമസ്തേ. നമസ്തേ. കേരളത്തെ ഭക്തി സാന്ദ്രമാക്കുന്നതിൽ ഈ മണ്ഡലകാലം അതിപ്രധാനമായൊരു പങ്കാണ് വഹിക്കുന്നത്. വൃശ്ചിക 1-ാം തീയതി മുതൽ ഒരു 48 ദിവസം നീണ്ടു നിൽക്കുന്ന ആ കാലത്തെയാണ് മണ്ഡലകാലമെന്ന് മലയാളികൾ വിശേഷിപ്പിക്കാറുള്ളത്. ആദ്യകാലത്ത് ശബരിമലയിൽ ഈ മകരവിളക്കിനായിരുന്നു പ്രാധാന്യം. അന്ന് മകരവിളക്കിന് തൊട്ട് മുമ്പുള്ള ഒരു 4-5 ദിവസങ്ങൾ മാത്രമാണ് ഈ ഭക്തന്മാർ തീർത്ഥാടകരായിട്ട് അവിടെ പോയിട്ടുള്ളത്. പിന്നീട് ക്രമേണ അവിടെ തിരക്ക് വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ മണ്ഡലകാലത്തിനും മണ്ഡല വിളക്കിന് കൂടി ശബരിമല തുറന്നു കൊടുക്കാൻ തുടങ്ങിയത്. അത് കേരളം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു. പക്ഷേ ഈ മണ്ഡലകാലം എന്ന് പറയുമ്പോൾ ശബരിമലയിലാണ് പ്രധാനമായി നമ്മുടെ ശ്രദ്ധ എത്തുന്നതെങ്കിലും കേരളം മുഴുവൻ അന്ന് വിശുദ്ധിയുടെ നാളുകളാണ്, ഭക്തി സാന്ദ്രതയുടെ നാളുകളാണ്. ക്ഷേത്രങ്ങളിലെല്ലാം അന്ന് കളമെഴുത്തും പാട്ടും കാണും, അല്ലെങ്കിൽ കളമെഴുത്തെങ്കിലും കാണും. ഇപ്പോഴും ആ പതിവ് തുടരുന്നുണ്ട്, വളരെ ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ പോലും. ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടയത്തെ താഴത്തങ്ങാടിയിലെ തളി ക്ഷേത്രം, ആ തളി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. പക്ഷേ ഈ 48 ദിവസവും ആ തളി ക്ഷേത്രത്തിലെ ഉപദേവതയായ ചെറുവള്ളിക്കാവിൽ അമ്മയുടെ ഒരു ഉപദേവതാ സ്ഥാനമുണ്ട്. ആ ഉപദേവതാ സ്ഥാനത്തിൻ്റെ മുമ്പ് ഒരു കളമെഴുത്തുണ്ടാവും. അതിന് പതിവായി അതിന് അവകാശമുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരാളായിരിക്കും വന്ന് ഈ കളമെഴുതിയിട്ട് ഒരു പൂജയും പാട്ടും ഒക്കെ പേരിനെങ്കിലും നിർവഹിച്ചിട്ട് പോകുന്നത്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഈ മണ്ഡലകാലം മുഴുവൻ കളമെഴുത്തും പാട്ടും ഇന്നും നടന്നു വരുന്നു. അതുപോലെ തന്നെ വീടുകളിൽ അമ്പലങ്ങളിൽ പോകാൻ സാധിക്കാത്തവരുണ്ട്, തീർത്ഥാടനം നടത്താൻ കഴിയാത്തവരുണ്ട്, രോഗികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ ഈ മണ്ഡലകാലത്തെ വിശുദ്ധിയുടെ നാളുകളായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഈ മണ്ഡലകാലത്തിന് ഇത്ര പ്രാധാന്യം വന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് ചരിത്രകാലം മുതലെങ്കിലും ഈ ഒരു ആചരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ ദിവസങ്ങളിൽ ശബരിമല മാറുകയാണ്. ഇപ്പം ആദ്യകാലത്തൊക്കെ ശബരിമല എത്താൻ തന്നെ പ്രയാസമായിരുന്നു. എരുമേലി വഴിയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുതിയ പാത വന്നത്. കുറെ കൂടി എളുപ്പത്തിൽ അവിടെ എത്താം. അന്നൊക്കെ കോട്ടയത്തെ പത്രപ്രവർത്തകരുടെ ചുമതലയാണ് ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കേരളീയരെ അറിയിക്കുക എന്നുള്ളത്, മലയാളികളെ അറിയിക്കുക എന്നുള്ളത്. ഞാൻ 1974 ശബരിമലയിൽ പോകുന്നത്. ഇടയ്ക്ക് പറയട്ടെ, ഞാൻ മാധ്യമപ്രവർത്തകനായി പോയിട്ടുണ്ട്, വിശ്വാസിയായി പോയിട്ടുണ്ട്, ഇരുമുടിക്കെട്ടുമായിട്ട് പോയിട്ടുണ്ട്, അതുപോലെ ഗവേഷകനായിട്ട് പോയിട്ടുണ്ട്, ചരിത്രകാരനായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വൈവിധ്യങ്ങളിലെല്ലാം ഞാൻ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ 1974 പോകുന്നത്. അന്നും ധാരാളം ആളുകൾ ശബരിമലയിൽ വരും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, കർണാടകത്തിൽ നിന്നുള്ള ആളുകളും വരാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ കോട്ടയത്തെ പത്രപ്രവർത്തകർ ഇതിനെ അവരുടെ ഒരു ദൗത്യമായിട്ട് ഇതിനെ ഏറ്റെടുത്തിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, KM റോയി എന്ന് പറയുന്ന അന്നത്തെ പ്രസ് ക്ലബ് പ്രസിഡൻറ്റ്, അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പെരിയ സ്വാമി. ആ പെരിയ സ്വാമി, അതുപോലെ ജോസഫ് മാടപ്പള്ളി, അതുപോലെ UNAയുടെ റിപ്പോർട്ടറാണ് അദ്ദേഹം. അന്ന് ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് KM റോയി റിപ്പോർട്ട് ചെയ്തിരുന്നത്.
ഞങ്ങളുടെ കൂടെ ദേശാഭിമാനിയിലെ പണിക്കരി ഏട്ടനുണ്ടാവും. ഞങ്ങളുടെ ഈ യാത്ര തന്നെ വളരെ ഒരു രസകരമായ ഒരു യാത്രയാണ്. അപ്പോൾ ഒരു തവണ ഈ തിരുവാഭരണ ഘോഷയാത്ര നടക്കുകയാണ്. അപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയിൽ അതിങ്ങനെ ആചാരപൂർവ്വം പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പസ്വാമിയെ ഒരുക്കാനുള്ള ആഭരണങ്ങളുമായിട്ട് വരികയാണ്. അപ്പോൾ ഈ കാനനപ്പാതയിൽ കൂടി ഇതിങ്ങനെ മുന്നേറുമ്പോഴത്തേക്കും ഇതിന് അകമ്പടി സേവിക്കാനെന്നോണം കൃഷ്ണപ്പരുന്തുകൾ വന്നു. അപ്പോൾ ഈ കൃഷ്ണപ്പരുന്തുകൾ എവിടെ നിന്ന് വരികയാണ്, ഇതിനെ ആരെങ്കിലും തുറന്നു വിടുകയാണോ എന്നൊക്കെ സംശയിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ഈ തിരുവാഭരണങ്ങളിൽ പടി കയറി കത്തിക്കഴിയുമ്പോഴത്തേക്കും അവ അപ്രത്യക്ഷമാവുകയാണ്. അതിനെയൊക്കെ ഞങ്ങൾ എത്രയധികം ആഹ്ലാദത്തോടെയും അത് ഈ വായനക്കാരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പിന്നീടത്തെ ശ്രമം. ഇന്നത്തെ പോലെ അന്ന് ടെലിഫോൺ പ്രവർത്തിക്കില്ല. ആകപ്പാടെ ഇടയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കോൾ വരിക, അല്ലെങ്കിൽ വളരെ പ്രയാസമാണ്. കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ. എല്ലാ പത്രക്കാർക്കും അല്പാൽപ്പ സമയം കൊടുക്കും. ഇതിനിടയ്ക്ക് മത്സരമുണ്ട്. ശബരിമലയെ പറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത എത്തിക്കുന്നത് ഞാനാണ് എന്ന് ആകണം എന്ന കാര്യത്തിൽ ഓരോ പത്രപ്രവർത്തകർക്കും വാശിയുണ്ടായി. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരുവാർപ്പ് ബാലൻചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പെരിയ സ്വാമി അന്ന് ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയായിട്ടുണ്ട്. അദ്ദേഹം ഒരേ സമയം മാധ്യമപ്രവർത്തകനുമാണ്. അദ്ദേഹം ശബരിമലയുടെ ഒരു അപ്രഖ്യാപിത അംബാസഡറുമായിട്ട് മാധ്യമങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. അങ്ങനെ ഒരുപാട് സ്മരണകൾ ഓർക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആയിരക്കണക്കിന് ഭക്തന്മാർ അവിടെ അവരുടെ ആ ഒരു സമർപ്പണം, അവരുടെ കേടൽ, അവരുടെ പ്രാർത്ഥന, അവരുടെ വേദനകൾ അവിടെ സമർപ്പിക്കുന്നു. അതൊക്കെ എനിക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ട് ഞാൻ ഇന്നും ഓർക്കട്ടെ. ശബരിമല എന്ന് പറയുന്നത്, തീർത്ഥാടനം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമായി ഇന്ന് മാറിയിരിക്കുന്നു. വളരെ രസകരമായ, ഒരു പക്ഷേ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് സാറ് പറയുന്ന ഈ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ചെറിയൊരു കുട്ടിയായി ആദ്യ കന്നിമല ചവിട്ടിയത് ഓർമ്മയുണ്ട്. കന്നിസ്വാമിയായി പോയത് ഓർക്കുന്നുണ്ട്. വളരെയധികം മാറ്റങ്ങൾ കാലം കൊണ്ടുവന്നിരിക്കുന്നു. തീർത്ഥാടകരുടെ തിരക്ക് കാലം കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ലോകത്തൊരു ക്ഷേത്രത്തിനും, മലമുകളിലൊക്കെ ക്ഷേത്രങ്ങളുണ്ട്, ഉയരങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട്, പക്ഷേ ഇത്രയധികം പ്രത്യേകതകളുള്ള, ഇത്രയും സവിശേഷമായ, ഇത്രയധികം പ്രത്യേകതകൾ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ക്ഷേത്രം, ആചാരപരമായ വൈവിധ്യം അതെ എല്ലാം ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് കൂടി പുതിയ തലമുറയിലേക്ക് ശശിഭൂഷൺ സാർ. ശബരിമലയ്ക്ക് സമാനമായിട്ട് ഞാൻ ലോകത്തെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. ഏകദേശം ഒരു സാമ്യം കൽപ്പിക്കാവുന്നത് ശ്രീലങ്കയിലെ കൊളംബോയ്ക്ക് തെക്കുള്ള കതിർഗാമ എന്ന് പറയുന്ന സ്ഥലത്തെ ക്ഷേത്രമാണ്. അവിടെ സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ. ഒരു കാടാണ്, ഇത് ഒരു ചെറിയ കുന്നാണ്, കുന്നിൻ്റെ മുകളിലാണ്. പക്ഷേ ശബരിമലയെ പോലെ ഒരു നിബിഡമായ വനമല്ല, ഒരു ചെറിയ കാടെന്ന് വേണമെങ്കിൽ പറയാം. ആണ്ടിലൊരു തവണ മാത്രമേ അവിടെ, ഈ മണ്ഡലക്കാലത്ത് തന്നെയാണ് അത് തുറക്കുന്നത്. ആ സമയത്ത് മാത്രമേ അവിടെ നട തുറക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് അവിടെ ആകെ മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ 365 ദിവസവും ആളുകൾ അവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ആ കതിർഗാമ ക്ഷേത്രത്തിൻ്റെ മുമ്പ് വരെ വാഹനത്തിൽ എത്തും. പഴയ തരത്തിൽ കാൽനടയായി പോകുന്നവരെ ഇപ്പോഴും അപൂർവമായിട്ടുണ്ട്. പക്ഷേ ശബരിമലയുടെ പ്രത്യേകത, എത്രയൊക്കെ നഗരവൽക്കരണം വന്നു എന്ന് പറയുമ്പോഴും ആ കാനന തീർത്ഥാടനത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അത് അവിടെ ആ തീർത്ഥാടകരാണ്, അവരുടെ മനസ്സിലാണ്. അവരെ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടാണോ ഈ മാലയിട്ടതെന്നൊന്നും ചോദിക്കാനായിട്ട് അവിടെ ആരുമില്ല. പക്ഷെ അവർ സ്വയം അത് തീരുമാനിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പോകാവൂ എന്ന് തീരുമാനിക്കുകയാണ്. വളരെ സങ്കീർണമായ സങ്കല്പമാണ് ശാസ്താവിൻ്റേത്. അവിടെ ശാസ്താവ്, അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ആ ഈ ദേവതാ സങ്കല്പം പലരും വിചാരിക്കുന്നത് പോലെ ഇന്നലെ ഉണ്ടായതല്ല, ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായതല്ല. വളരെ വളരെ പുരാതനമായൊരു സങ്കല്പമാണ്. ഞാൻ ഇന്ത്യ മുഴുവനുള്ള ഈ മ്യൂസിയങ്ങളിൽ പോയിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ വടക്കേ ഇന്ത്യയിലെ മ്യൂസിയങ്ങളിൽ വളരെ സാധാരണമായി കാണാം. പക്ഷെ പേരവർ പറയുന്നത് രേവന്ത എന്നാണ്. നമ്മുടെ തീയാട്ടുപാട്ടുകളിലെ രേവന്തയെ ഋഷിയായിട്ട് തന്നെ സങ്കല്പിക്കുന്നുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന അശ്വാരൂഢനായ അയ്യപ്പനെ അലഹബാദ് മ്യൂസിയത്തിൽ, അല്ലെങ്കിൽ ലക്നൗവിലെ മ്യൂസിയത്തിലെ, ഭുവനേശ്വറിലെ മ്യൂസിയത്തിലെ ഒക്കെ ഉണ്ട്. പേര് രേവന്ത എന്ന് പറയുന്നേ ഉള്ളൂ.
ആ രേവന്ത എന്ന് പറയുന്നത് ചരിത്രാതീത കാലത്ത് മുതൽ ഇന്ത്യയിലെ ജനതയുടെ സങ്കല്പത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ സാർത്ഥവാഹക സംഘങ്ങൾ, അതായത് കച്ചവട സംഘങ്ങൾ, അവരുടെ ഒരു ഇഷ്ടദേവനാണ് ഈ രേവന്ത എന്ന് പറയുന്ന മൂർത്തി. ആ രേവന്ത എന്ന് പറയുന്ന മൂർത്തിയെ പിന്നീട് ഈ ശാതവാഹനന്മാർ അവരുടെ ഒരു ഇഷ്ടദേവനായിട്ട് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് പല്ലവന്മാർ സ്വീകരിച്ചു, ചോഴന്മാർ സ്വീകരിച്ചു. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ കേരളീയ ലിഖിതങ്ങളിൽ അയ്യപ്പനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതെ, ശശിഭൂഷൺ സാറിൻ്റെ ഈ സംഭാഷണം ഒരു ക്ലാസ്സിലിരിക്കുന്ന അനുഭവം വരുന്നു. അപ്പോൾ ചില സംശയങ്ങളും വരുന്നുണ്ട് സാർ. ഒരു കാര്യം, നമ്മൾ പുലിവാഹനായിട്ടാണ് നമ്മൾ അയ്യപ്പനെ സങ്കല്പിക്കുന്നതും അല്ലെങ്കിൽ അയ്യപ്പനെ ആരാധിക്കുന്നതും എല്ലാം. പക്ഷേ അയ്യപ്പൻ്റെ വാഹനം അശ്വാരൂഢനാണ്, കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം. ആ കൊടിമരത്തിൻ്റെ മുകളിലും കുതിരയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവൻ്റെ ദേവിയുടെ വാഹനമാണ് കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുക. അപ്പോൾ സ്വാഭാവികമായി സന്നിധാനത്ത് ആ കൊടിമരത്തിൻ്റെ മുകളിൽ കുതിരയാണ്. ഈ കുതിര അല്ലെങ്കിൽ അശ്വം വാഹനമായി വരുന്ന ഒരു സങ്കല്പം, അത് പക്ഷേ പുലിവാഹനമാണ്. ഇതൊന്ന് പറഞ്ഞു തരാമോ സാർ? ഈ അയ്യപ്പൻ്റെ വാഹനം അശ്വൻ തന്നെയാണ്, അല്ല കുതിര തന്നെയാണ്, അശ്വാരൂഢൻ. അപൂർവമായിട്ട് ആനയുടെ പുറത്തിരിക്കുന്ന അയ്യപ്പനെയും കണ്ടിട്ടുണ്ട്, ഗജവാഹനനായിട്ടുള്ള. അത് ചെറിയ വ്യത്യാസമുണ്ട് തമ്മിൽ. ഇതെല്ലാം പ്രതീകാത്മകമാണ്. മനസ്സാകുന്ന കാട്, ആ മനസ്സാകുന്ന കാട്ടിൽ കാമം, ക്രോധം, മദം, ലോഭം തുടങ്ങിയ ദുഷ്ടമൃഗങ്ങളെ അയ്യപ്പൻ വേട്ടയാടുന്നു. ആ വേട്ടയാടാനായിട്ട് അയ്യപ്പനെ അവിടെ എത്തിക്കുന്നത്, കാട്ടിലെത്തിക്കുന്നത്, അതിന് സഹായിക്കുന്നത് വാഹനമായ കുതിര. ഇതാണ് സങ്കല്പം. നമ്മളതിനെ വെറും അതിൻ്റെ വാച്യമായ അർത്ഥത്തിൽ അതിനെ കാണേണ്ട ആവശ്യമില്ല. ഈ കുതിര എന്ന് പറയുമ്പോൾ തന്നെ കടിഞ്ഞാണുള്ള കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ മനസ്സെന്ന് പറയുമ്പോൾ അത് ചപലമാണ്, ചഞ്ചല സ്വഭാവമുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരെ ദുർവികാരങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും നിയന്ത്രിക്കുവാൻ കഴിയണം എന്ന ഒരു സന്ദേശം അങ്ങനെ വ്യംഗ്യമായി കൊടുക്കുകയാണ് ഈ വിഗ്രഹ സങ്കല്പത്തിലൂടെയും വാഹന സങ്കല്പത്തിലൂടെയും ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാഹനൻ എന്ന് പറയുന്നത് മണികണ്ഠനാണ് പുലിവാഹനൻ. അത് പിൻകാലത്ത് വന്ന ഒരു സങ്കല്പമാണ്. ഈ വിശ്വാസം, ആചാരം, ഫോക്ലോർ, ചരിത്രം ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ് ഇന്ന് ശബരിമലയിലും ശബരിമല വിശ്വാസത്തിലും. അതിൽ മണികണ്ഠൻ എന്ന് പറയുന്നത് ആണ് പന്തള രാജാവിൻ്റെ പുത്രൻ അല്ലെങ്കിൽ വളർത്തുപുത്രൻ എന്ന സങ്കല്പത്തിൽ ഉണ്ടാവുന്നത്. അത് പിൽക്കാലത്തുണ്ടായ ഒരു ജനകീയ കഥയാണ്, അല്ലെങ്കിൽ ഫോക്ലോറാണ്. ആ ഫോക്ലോറിൽ അയ്യപ്പനാണ് പുലിവാഹനൻ. എന്നാൽ പ്രാചീന കാലത്ത് കേരളത്തിലെ കളങ്ങളിൽ ഈ പുലിവാഹനനായിട്ടുള്ള അയ്യപ്പനെ വരയ്ക്കാറേയില്ല. അത് ആനയുടെ പുറത്തിരിക്കുന്ന അയ്യപ്പനെ അല്ലെങ്കിൽ അശ്വത്തിൻ്റെ പുറത്തിരിക്കുന്ന അയ്യപ്പനെ, അതല്ലെങ്കിൽ നിൽക്കുന്ന തരത്തിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന തരത്തിൽ ഉള്ള അയ്യപ്പനെയാണ് കളങ്ങളിൽ വരയ്ക്കുന്നത്. ഏതാണ്ട് 108ഓളം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അത് മലമ്പ്രദേശങ്ങളിൽ അയ്യപ്പൻ, അത് സമുദ്രതീരങ്ങളിൽ ദുർഗായുടെ പ്രതിഷ്ഠകൾ. ഇതാണ് നമ്മുടെ ഒരു സങ്കല്പം. ഈ 108 ക്ഷേത്രങ്ങളിൽ ശൗര്യമലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ശൗര്യമലയാണ് കാലാന്തരത്തിൽ ശബരിമലയായിട്ട് ഭക്തന്മാരെ ഏറ്റെടുത്തതും ഇന്ന് ശബരിമലയെന്നാണ് പറയുന്നത്. പക്ഷേ അയ്യപ്പൻ പാട്ടുകളിൽ അതിനെ ശൗര്യമലയെന്നാണ് പറഞ്ഞിരുന്നത്. ശബരി പീഠം, ശബരി എന്നുള്ള പേര് രാമായണവുമായി ബന്ധപ്പെട്ട ശബരി പീഠത്തിൻ്റെ ഒരു കഥ കൂടിയുണ്ടല്ലോ സാർ. തീർച്ചയായിട്ടും ശബരിയുടെ കഥ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ പറയുമ്പോൾ അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കഥയാണ്. കാരണം രാമായണത്തിലെ ശബരിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയല്ല. അത് കിഷ്കിന്ധയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ആ അരണ്യകാണ്ഡ അത് പറയുന്ന ആ ശബരിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് കർണാടകത്തിൻ്റെയോ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെയും വടക്കൻ ഭാഗങ്ങളിലോ ആണ്. പക്ഷേ അത് പ്രശ്നമല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീർത്ഥാടന വേളയിൽ അവർ ഈ ദൈവിക സങ്കല്പവുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കും. ആ പ്രാപിക്കുമ്പോൾ അവരുടെ ഭാവനയിൽ ഒരുപാട് സ്മരണകൾ വരും. ആ സ്മരണകൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ശബരി പീഠം എന്ന് പറയുന്നത് ശബരിയുടെ പീഠമായി തന്നെ വിചാരിക്കാം. പക്ഷേ ഒരു ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആ ശബരി സമ്പ്രദായത്തിലുള്ള ഒരു സന്യാസ അല്ലെങ്കിൽ ഒരു പരിത്യാഗികളുടെ ഒരു പീഠം പിൽക്കാലത്ത് ഇവിടെ ഈ പമ്പയിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ കരുതാം. അതാവാനാണ് ശരി.
ഈ പന്തള രാജകുമാരൻ ഒരു ഭാഗത്ത്, പമ്പാവാസൻ, ആ ഒരു സങ്കല്പം ഒന്ന് വിശദീകരിക്കുമോ ശശിഭൂഷൺ? അതെ, പാണ്ഡ്യ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുരയിലായിരുന്നു. പിന്നീട് ഇതിന് 5 ശാഖകൾ വന്നു. അതിൽ ഒരു ശാഖ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. അപ്പോഴേക്കും പാണ്ഡ്യരുടെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു. ചോഴന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നു. അതിൽ ചോഴന്മാർ പാണ്ഡ്യന്മാരെ പരാജയപ്പെടുത്തുന്നു. പാണ്ഡ്യന്മാർക്ക് മധുര ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോഴും ഈ തെങ്കാശി ഭാഗത്ത് ഒരു പാണ്ഡ്യ ശാഖ ഉണ്ടായിരുന്നു. ആ പാണ്ഡ്യ ശാഖ പിൽക്കാലത്ത് കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ കേരളത്തിലേക്ക് വരുന്ന ആ പാണ്ഡ്യ ശാഖ ആദ്യം വരുന്നത് അച്ചൻകോവിലാണ്. അവിടെ അയ്യപ്പനാണ് അവരുടെ ഇഷ്ടദേവൻ. അവരുടെ മധുര മീനാക്ഷിയാണ് പരദേവത പാണ്ഡ്യരുടെ. ആ അയ്യപ്പൻ ഇഷ്ടദേവതയായിട്ടുള്ള തെങ്കാശി ശാഖ ആദ്യമായിട്ട് അച്ചൻകോവിലിൽ വരുന്നു. പിന്നീട് അവർ കോന്നിയിൽ വരുന്നു. ആ കോന്നിയിൽ നിന്ന് പിന്നീട് അവർ പിന്നെ പാണ്ഡനാട്ടിലേക്ക് വരുന്നു. പാണ്ഡനാട്ടിൽ നിന്ന് ഒടുവിൽ അവർ പന്തളത്തെത്തുന്നു. ഇതാണ് കഥ. എന്നാൽ മധുര ആസ്ഥാനമാക്കിയിട്ടുള്ള പാണ്ഡ്യരുടെ മറ്റൊരു ശാഖ കുറേ കൂടി മുമ്പ് തന്നെ പൂഞ്ഞാറിലെത്തിയിരുന്നു. ആ പൂഞ്ഞാറിലെത്തിയിരുന്ന ശാഖയുടെയും ഇഷ്ടദേവൻ അയ്യപ്പൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ പന്തള രാജകുമാരനായിട്ട് അയ്യപ്പൻ പാട്ടുകളിൽ പറയാൻ കാരണം ഈ തെങ്കാശിയിലെ നിന്ന് വന്ന് അച്ചൻകോവിലേക്ക് വന്ന ആ പാണ്ഡ്യ ശാഖയിലെ ഒരു രാജകുമാരൻ്റെ, അദ്ദേഹം അയ്യപ്പ ഭക്തനായിരുന്നു. അദ്ദേഹമാണ് മണികണ്ഠൻ. ആ മണികണ്ഠനാണ് ഏതോ ഒരു കാലഘട്ടത്തിൽ കൊള്ളക്കാരാൽ നശിപ്പിക്കപ്പെട്ടു പോയ ശബരിമലയിലെ ക്ഷേത്രം വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. ആ പുനഃസ്ഥാപിക്കുന്ന ആൾ അവസാനം അവിടെ ഭക്തനായി ജീവിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഴയ ഭാഷയിൽ പറഞ്ഞാൽ സമാധിയാവുകയും ചെയ്തു. അപ്പം മണികണ്ഠൻ പൂജിച്ച ആ അയ്യപ്പനെയാണ് ഇന്ന് ശബരിമലയിൽ പൂജിക്കുന്നത്. ആ സങ്കല്പത്തിലാണ് ശബരിമലയിലെ പൂജാ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഈ ശാസ്താവിൻ്റെ മറ്റു 108 ക്ഷേത്രങ്ങളെപ്പറ്റി പറഞ്ഞുവല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ പ്രശസ്തങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്. തിരുവുള്ളക്കാവ്, മഹാകവി ചങ്ങമ്പുഴയെ എഴുത്തിനിരുത്തിയത് തിരുവുള്ളക്കാവിലാണ്. അദ്ദേഹത്തിൻ്റെ അപൂർണമായ ആത്മകഥയിൽ തിരുവുള്ളക്കാവിലെ അയ്യപ്പസ്വാമിയുടെ പ്രസാദത്തെപ്പറ്റിയും അനുഗ്രഹത്തെപ്പറ്റിയും അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ അത് തൃശ്ശൂർ ജില്ലയിലാണ് തിരുവുള്ളക്കാവ്, ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്. അതുപോലെ ആറാട്ടുപുഴ എന്ന് പറയുന്നൊരു സ്ഥലം, അതും വീണ്ടും തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്നത് ഈ ആറാട്ടുപുഴയിലെ ശാസ്താക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ പിന്നെ ആലപ്പുഴ ജില്ലയിലെ അനേകം പൊതുവേ മലമ്പ്രദേശങ്ങളിലാണ് അയ്യപ്പൻ്റെ ഉള്ളതെങ്കിൽ കൂടിയും അത് അല്ലാതെയും ചില ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് തൃക്കുന്നപ്പുഴ, അത് ഹരിപ്പാടിനടുത്താണ്. അവിടെ വളരെ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇങ്ങനെയുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഭക്തന്മാർ പോകാറുണ്ട്. പക്ഷേ കാലം മാറിയതോടുകൂടി ഈ ശബരിമലയിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെയും കേരളീയരുടെയും അവരുടെയൊക്കെ ഒരു ശ്രദ്ധാകേന്ദ്രം ശബരിമലയാണ്. അതിന് കാരണം അവിടുത്തെ പൂജയിലെ ഉള്ള ചില പ്രത്യേകതകളും ആ പ്രതിഷ്ഠയുടെ ചില അത്ഭുതങ്ങളും പരിവേഷങ്ങളും ആണ് എന്ന് പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ ഒരു ശബരിമലയിൽ ഒരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം എന്നല്ല പറയേണ്ടത്, അതൊരു തീവെപ്പായിരുന്നു. ആ തീവെപ്പിനെ തുടർന്ന് ശബരിമലയുടെ പ്രശസ്തി മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്നതായി കാണുകയാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സർവേ ചെയ്ത വാർഡൻ കോർണർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സർവേ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് അതിലെ വാർഡാണ് ശബരിമലയിൽ പോയത്. ആ വാർഡ് ശബരിമല സർവേ ചെയ്തിട്ട് ഇതിനകത്ത് റിപ്പോർട്ടിൽ പറയുന്നത് 5000 പേരാണ് ഒരു സീസണിൽ ഇവിടെ തീർത്ഥാടകരായി എത്തുന്നതെന്ന്. ആ 5000 പേരുടെ സ്ഥാനത്താണ് ഇന്ന് കോടിക്കണക്കിന് ഭക്തന്മാർ എത്തുന്നത്. ശബരിമല അങ്ങനെ മാറുന്നു. കാലം കഴിയുന്നതോടുകൂടി ശബരിമലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. തീർത്ഥാടകരുടെ എണ്ണം കൂടുകയേ ഉള്ളൂ. ശ്രീ ശശിഭൂഷൺ സാർ, അങ്ങയിലേക്ക് മടങ്ങി എത്താം. നമുക്ക് പമ്പയിൽ നിന്നുള്ള ലൈവ് സന്നദ്ധമാണോ കിരൺകുമാറിൻ്റെ? ഇല്ല. നമുക്ക് മറ്റൊരു കാര്യം, അങ്ങ് പറഞ്ഞു വന്നത് ഒരു പ്രാചീന കാലത്തെ ഒരു തീപിടുത്തത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞുള്ളൊരു
കത്തി നശിക്കൽ ഉണ്ട്. അങ്ങ് തന്നെ ഒരുപക്ഷെ അങ്ങയോട് ഞങ്ങൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ചിത്തിര ആട്ട വിശേഷം വളരെ കെങ്കേമമായി നടത്തുന്നത്. ഈ ചിത്തിര ആട്ട വിശേഷത്തിലേക്കും അതുപോലെ തന്നെ പന്തള രാജകുമാരൻ്റെ അയ്യപ്പ ക്ഷേത്രം, ഈ ശബരിമല, തിരുവിതാംകൂറുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന ഒരു കഥയിലേക്കും. ശബരിമല നിൽക്കുന്ന പ്രദേശം ഇന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. നേരത്തെ അത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ഇത് പണ്ട് പന്തളം ദേശവഴിയിൽപ്പെട്ടതാണ്. അപ്പോൾ പന്തളം ദേശവഴിയിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് പന്തളം രാജാക്കന്മാർക്കാണ്. പന്തളം ദേശവഴിയുടെ ഏറ്റവും മുതിർന്ന അംഗത്തിനെയാണ് പന്തളം രാജാവ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു പ്രിൻസിപ്പാലിറ്റിയാണ്. കേരളത്തിലെ മറ്റ് നാടുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ കൈവശമുള്ള രാജ്യമൊക്കെ വളരെ ചെറുതാണ്, ചെറിയൊരു ദേശം. എങ്കിലും ജനങ്ങൾ അവരെ ബഹുമാനിച്ചിരുന്നു, പ്രത്യേകിച്ച് പന്തളത്തുകാർ. പക്ഷേ പന്തളം ഒരു യുദ്ധഭൂമിയായിട്ടും മലയാളത്തിലെ പഴഞ്ചൊല്ലുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നു. പടപേടിച്ച് പന്തളത്ത് ചെല്ലുമ്പോൾ പന്തവും കൊളുത്തിപ്പട എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ല് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ഒരു അസ്വസ്ഥതയുടെ മേഖലയായിട്ടും മറ്റുമൊക്കെ പന്തളത്തെ ചിത്രീകരിച്ചിരുന്നു. വാസ്തവത്തിൽ അസ്വസ്ഥത പന്തളത്തെ ആ ജനങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ പന്തളം എന്ന് പറയുന്ന രാജ്യം കൂടെ സഹ്യപർവ്വതത്തിന് അപ്പുറത്ത് നിന്നുള്ള കൊള്ളക്കാരുടെ ആക്രമണങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ആ സഹ്യപർവ്വതത്തിൻ്റെ പുറത്ത് നിന്ന് വരുന്ന കൊള്ള സംഘങ്ങൾ പന്തളം കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് ഈ പന്തളത്ത് കൂടെ പടയുണ്ടാകുന്നത്. ആദ്യകാലത്ത് അവരെ കായംകുളം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമന്തന്മാരായിരുന്നു. 1746-47 ആകുമ്പോഴേക്കും കായംകുളം ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. പിന്നീട് തിരുവിതാംകൂറായി. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ സാമന്തന്മാരായിരുന്നു പിന്നീട് പന്തളം രാജവംശം. ഈ സാമന്തന്മാരായ തിരുവിതാംകൂർ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഹൈദരാലിയുടെ ഒരു ആക്രമണം മലബാറിലുണ്ടായി. വൈകാതെ തിരുവിതാംകൂറിലേക്കും ആക്രമണം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആ സന്ദർഭങ്ങളിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ ഒരു സൈനിക സജ്ജീകരണം നടത്തുകയാണ്. ആ സജ്ജീകരണത്തിന് അന്ന് സ്വതന്ത്രമായി കരം പിരിക്കുവാൻ അവകാശമുണ്ടായിരുന്ന പന്തളം രാജകുടുംബത്തോട് ഒരു 2 ലക്ഷം രൂപ തരണം എന്നാവശ്യപ്പെട്ടു. രാജവംശത്തിന് ഈ 2 ലക്ഷം രൂപ കൊടുക്കുവാൻ നിവൃത്തിയില്ല. കാരണം രാജകുടുംബത്തിൻ്റെ കയ്യിലില്ല. രാജകുടുംബത്തിന് വേണമെങ്കിൽ ശബരിമലയിലെ തിരുവാഭരണങ്ങളൊക്കെ വിറ്റിട്ട് കുറച്ച് പണം ഉണ്ടാക്കാം. പക്ഷേ അതിനൊന്നും അവർ ഒരിക്കലും മുതിർന്നില്ല. അവർ നിസ്സഹായരായിട്ട് തിരുവിതാംകൂറിലേക്ക് ഈ ശബരിമലയുടെ അവകാശം എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ശബരിമല തിരുവിതാംകൂറിൻ്റെ ആയി. പക്ഷേ തിരുവിതാംകൂറിന് നേരിട്ട് പോയിട്ട് അവിടെ ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തിരുവിതാംകൂർ അത് ഒരു റാന്നി കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ റാന്നി കർത്താവ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, അവിടുത്തെ അത്യാവശ്യം വേണ്ട ചെലവുകൾ ഒക്കെ വഹിക്കും. ഇതൊരു കയ്യിൽ നിന്ന് പണം റാന്നി കർത്താക്കന്മാർക്കും ഇതിൽ നിന്നില്ല, നേട്ടങ്ങളൊന്നുമില്ല. അവർ അവിടെ നിന്ന് കിട്ടുന്ന കാണിക്ക എടുക്കുന്നു, അത് പൂജിക്കാനായിട്ട് വരുന്ന ആ പുരോഹിതനും അവരുടെ അനുയായികൾക്കും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും തീരും. എങ്കിലും ഒരു തങ്ങൾക്ക് നൽകിയ അവകാശത്തിന് പ്രത്യുപകാരമെന്ന നിലയിൽ തിരുവിതാംകൂർ രാജാവിന് റാന്നി കാടുകളിൽ നിന്ന് പിടിക്കുന്ന ഒരു ആനയെ ഒന്നിൽ കൂടുതലോ ആനകളെ കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. അതാണ് പകരം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവിതാംകൂറിലൊരു ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. ആ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ അത് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി. പിന്നീടാണ് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പിരിച്ചുവിട്ടിട്ട് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിൽ വരുന്നു. അങ്ങനെയാണ് ഈ ശബരിമലയുടെ ഉടമസ്ഥതയുടെ ഒരു പരിണാമം ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത്. ശരി സാർ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് വളരെയധികം സമയമായി അങ്ങ് തുടരുന്നു. ഒരു കാര്യം കൂടി, അതായത് ഈ തിരുവിതാംകൂറിന് ഈ പറയുന്ന അവകാശങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുത്തത് ഔദ്യോഗികമാണ്. പക്ഷേ വികാരപരമായ വിശ്വാസപരമായ ഒരു ബന്ധം ഉണ്ടാകുന്നത് ഒരു പക്ഷേ
രാജഭരണം അവസാനിച്ച ശേഷമെന്നാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന്, അങ്ങയുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടാവുകയും ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ജനനം മുതൽ ശബരിമലയിൽ സ്ഥിരമായി വഴിപാട് കഴിക്കുകയും അത് കുറെ കൂടെ സുദൃഢമായത് ഈ തീപിടിച്ച് നശിച്ച ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം, പുനർനിർമ്മാണം, പുനഃപ്രതിഷ്ഠ, ഇതിൽ തിരുവിതാംകൂർ അന്നത്തെ മഹാരാജാവും രാജ കുടുംബവും വഹിച്ച ഒരു പങ്കുകൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. ശശിഭൂഷൺ സാർ. തിരുവിതാംകൂർ രാജകുടുംബത്തിന് ശബരിമലയോട് വൈകാരികമായി തന്നെ ഒരു ബന്ധമുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുമ്പോൾ ഇന്നത്തെ തിരുവിതാംകൂർ രാജകുടുംബം മാവേലിക്കരയിൽ നിന്ന് ദത്ത് വഴി രാജകുടുംബത്തിലേക്ക് എത്തപ്പെട്ടവരാണ്. ശരിക്കും അവരുടെ പൂർവ്വദേശം എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂരിലെ കോലത്തിരിമാരുടെ അതിലെ ചെങ്ങ എന്ന് പറയുന്ന ശാഖ, ചെങ്ങ എന്ന് പറയുന്ന രാജകുടുംബ ശാഖ, ആ ചെങ്ങയാണ് മാവേലിക്കരയിൽ വരുന്നത്. ആ മാവേലിക്കരയിലെ രാജകുടുംബം അത് രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളെ ആയിട്ടുള്ള 2 പേരെ അങ്ങനെ തിരുവിതാംകൂറിലേക്ക് ദത്തെടുക്കുകയാണ്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ഭരണാധികാരി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയന്മാരൊക്കെ 2-3 പേര് അന്ന് ഉണ്ട്, 3 അനിയന്മാരുണ്ട്. എങ്കിലും രാജകുടുംബത്തിലെ ഇനിയും പരമ്പര തുടരാനായിട്ട് വേണം എന്ന് കണ്ടു. അന്ന് ലോർഡ് കഴ്സനാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ കഴ്സന് വളരെ കരുത്തനാണ്. പക്ഷേ രാജാ രവിവർമ്മയോട് വളരെ അടുപ്പമാണ്, ബഹുമാനമാണ്. അതുകൊണ്ട് രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളെ നിർദ്ദേശിക്കുകയാണെങ്കിൽ കഴ്സൻ അംഗീകരിക്കും എന്ന് അന്നത്തെ ഒരു കോട്ടയം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്, എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന് ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ മാവേലിക്കര ശാഖയെ തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് ദത്തെടുക്കുന്നത്. അപ്പം മാവേലിക്കരയും പന്തളവും തമ്മിൽ വലിയ ദൂരമില്ല. അപ്പം മാവേലിക്കരയും ശബരിമലയും തമ്മിലും വലിയ ദൂരമില്ല. അവരൊക്കെ ശബരിമല ഭക്തന്മാരാണ്, യഥാർത്ഥ ശബരിമല ഭക്തന്മാരായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബം. പ്രത്യേകിച്ച് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയും ബാലരാമവർമ്മയുടെ അമ്മയായിട്ടുള്ള സേതു പാർവതിബായിയും ശബരിമല ഭക്ത തന്നെയാണ്. സേതു പാർവതിബായി അന്ന് അവിടെ ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട്. കാനന പാതയിൽ കൂടി സാഹസികമായിട്ട് സഞ്ചരിച്ചിട്ട് ശബരിമലയിൽ പോയിട്ട് ദർശനം നടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ തീപിടുത്തം ഉണ്ടായ സമയത്ത് രാജകുടുംബ അംഗങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത എത്തിയത്. ഉടനെ തന്നെ ചിത്തിര തിരുനാളിൻ്റെ അമ്മ പറഞ്ഞു, ആഹാരം കഴിക്കുന്നതൊക്കെ നിർത്താൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാര്യം ശബരിമലയുടെ കാര്യം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഭക്ഷണം പൂർത്തിയാക്കാതെ അവർ ഭക്ഷണ മേശയിൽ നിന്ന് പോയിട്ട് ആദ്യം ചെയ്തത് അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ. ആ ഫോട്ടോ എടുക്കുകയും തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ അത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഉടനെ തന്നെ പുതിയ വിഗ്രഹം ഉണ്ടാക്കണം എന്ന് പറയുകയും അങ്ങനെ പുതിയ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് വാഴപ്പള്ളിയിലെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു അംഗത്തിനെ, അദ്ദേഹമാണ് അന്നത്തെ ഏറ്റവും നല്ല ശില്പി, ആ ശില്പിയെ കൊണ്ട് ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി, ആ വാഴപ്പള്ളിയിലെ വിശ്വകർമ്മ കുടുംബമാണ് നാം ഇന്ന് കാണുന്ന ഈ വിഗ്രഹം ഉണ്ടാക്കിയത്. താഴമൺ തന്ത്രിയാണ് അന്ന്, അവർക്കാണ് പാരമ്പര്യമായിട്ട് തന്ത്രത്തിനുള്ള അവകാശം. അന്നത്തെ താഴമൺ തന്ത്രി വളരെ ഒരു പുരോഗാമിയാണ്. അതേസമയത്ത് ആചാരങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അദ്ദേഹം വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ നടത്തി, വളരെ കൃത്യമായി നടത്തി അദ്ദേഹം ആണ് ഇന്ന് കാണുന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ആ വിഗ്രഹ പ്രതിഷ്ഠയോടുകൂടി ശബരിമലയുടെ പ്രശസ്തി കേരളത്തിലും പുറത്തും കൂടുതൽ അതിന് പ്രചാരം ലഭിക്കുകയും ചെയ്തു. ശരി, ഒരൊറ്റ ചോദ്യം കൂടി. കാര്യം പ്രേക്ഷകർ ധാരാളമായി പ്രതികരിക്കുന്നുണ്ട്. ഒന്ന്, അങ്ങയുടെ ഓർമ്മകൾ കണ്ട് ചെറുപ്പകാലത്ത് ദർശനം നടത്തിയ, ശബരിമല തീർത്ഥാടനം നടത്തിയ ഓർമ്മകൾ പലരും പറയുന്നുണ്ട്. പി മുരളീധരൻ, PRP കുറുപ്പ് സാർ തുടങ്ങിയവർ. ഒട്ടാരത്ത് അനവധി പേർ അങ്ങയ്ക്ക് നമസ്തേയും സ്വാമി ശരണവും ഒക്കെ പറയുന്നുണ്ട്. ഒരു ചെറിയ സംശയം കൂടി പെട്ടെന്ന് 2 മിനിറ്റിൽ. ധർമ്മശാസ്താവിൻ്റെ പുനരവതാരമാണോ അയ്യപ്പൻ എന്നൊന്ന് ചോദിക്കുമ്പോൾ സ്കന്ദപുരാണത്തിൽ ധർമ്മശാസ്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രകാശൻ വേൽക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ്റെ ചോദ്യമാണ്. അതുകൂടി ഒന്ന് പറഞ്ഞാൽ. ശാസ്താവും അയ്യപ്പനും ഒന്നാണ്. ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. തിരുവല്ല കോപ്പർ പ്ലേറ്റ്സിൽ അയ്യപ്പൻ ശാസ്താവ് എന്നാണ് പറയുന്നത്. കന്യാകുമാരി ജില്ലയിലെ ഗുഹാനാഥ സ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വേദിയ ചാത്തൻ. ചാത്തൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ എഴുതുമ്പോൾ ശാസ്താവ്, സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ശാസ്താവ്, തമിഴിൽ എഴുതുമ്പോൾ ചാത്തൻ. അപ്പോൾ വേദിയ ചാത്തൻ, അതായത് വൈദിക വിധി പ്രകാരമുള്ള ശാസ്താവും അയ്യപ്പനും ഒന്ന് തന്നെയാണ്. എന്നാൽ
തമിഴ്നാട്ടിൽ വടക്കൻ ആർക്കാട്ടിലും തെക്കൻ ആർക്കാട്ടിലും കടലൂർ ഉള്ള ജില്ലകളിൽ അനവധി അയ്യനാർ ക്ഷേത്രങ്ങളുണ്ട്. ഈ അയ്യനാർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ അയ്യനാർ എന്ന് പറയുന്നത് പൂർണ്ണയെന്നും പുഷ്കലയെന്നും അവർ പറയുന്നത് പൂർണ്ണ പുക്കല എന്നിങ്ങനെയുള്ള രണ്ട് പത്നിമാരോടൊപ്പം ഉപവിഷ്ടനായിരിക്കുന്ന അയ്യനാറിനെയാണ് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ വന്യർ എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ടവരുടെ കുലദൈവമാണ്. ഈ വന്യർ എന്ന് പറയുന്നത് പഴയ ചോള ആർമിയിലെ മുൻനിര യോദ്ധാക്കളായിരുന്നു. അതുകൊണ്ട് അയ്യപ്പനും ശാസ്താവും ഒന്ന് തന്നെയാണ്. എന്നാൽ മണികണ്ഠനാണ് പന്തള രാജകുമാരൻ. ഈ മണികണ്ഠനും പിന്നീടുണ്ടാവുന്നതാണ്. ഒരു 11-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിലാണ് മണികണ്ഠ ശാസ്താവിൻ്റെ ജനനം, ജീവിത ദൗത്യം. അപ്പോൾ ശാസ്താവും അയ്യപ്പനും ഒന്ന് തന്നെയാണ്. ഈ ശാസ്താവിനെ തന്നെയാണ് ഉത്തരേന്ത്യയിലെ രേവന്ത എന്ന് പറഞ്ഞിരുന്നത്. രേവന്തയെ പറ്റി ഏൻഷ്യൻറ്റ് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, അത് ഡോക്ടർ ആസ്കോ പർപ്പോള എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ആർക്കിയോളജിസ്റ്റ്, ലിംഗ്വിസ്റ്റ്, അദ്ദേഹം ഹെൽസിങ്കിയിൽ ജീവിച്ചിരിപ്പുണ്ട്. വലിയ തമിഴ് പണ്ഡിതനാണ് അദ്ദേഹം. എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അയ്യനാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ദ്രാവിഡ ദേവതയായിട്ട് ചിലർ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, അത് വ്രാത്യന്മാരെന്ന് പറയുന്ന ആര്യ വിഭാഗത്തിൽ തന്നെ, ഇൻഡോ ആര്യൻ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ കോക്കസോയിഡുകൾ, ആ ഇൻഡോ ആര്യൻ വിഭാഗത്തിൽപ്പെട്ട വ്രാത്യാസിൻ്റെ, അവർ നോൺ വേദിക് ആര്യൻസ് എന്നാണ് ആസ്കോ പർപ്പോള പറയുന്നത്. അവരുടെ ഒരു ദേവതയായിട്ടാണ് ആദ്യമായിട്ട് അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഡോക്ടർ ആസ്കോ പർപ്പോളയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് വളരെ വിചിത്രമാണ്. ആൻ ആര്യൻ ആർഗ്യുമെൻറ്റ് ഫോർ അയ്യപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഇന്ന് ചരിത്രകാരന്മാരായിട്ടൊക്കെ പറയുന്ന ആളുകളിലൊക്കെ പറയുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഞാനിതൊരു പുസ്തക രൂപത്തിൽ തന്നെ, ഒരു സോവിനീർ, ഒരു മാഗസിൻ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് ഹിന്ദിയിലും അതിന് തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ പരിഭാഷകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരെ കണ്ടിരിക്കുകയുണ്ടാവുള്ളൂ. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എനിക്കതിന് വിഷമമൊന്നുമില്ല. പക്ഷേ എനിക്ക് വീണ്ടും പറയാനുള്ളത്, നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ ഒരു ഈശ്വര സങ്കല്പമാണ്, ദേവതാ സങ്കല്പമാണ്. അത് ശാസിക്കുന്നയാൾ, ആചാര്യൻ, ദ ഹോളി ടീച്ചർ, ദ ഡിവൈൻ ടീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താവുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ശാസ്താവ്. അതുതന്നെയാണ് അയ്യപ്പൻ. ആ ശാസ്താവിൻ്റെയും അയ്യപ്പൻ്റെയും പിൽക്കാലത്തെ ഒരു ഭക്തനാണ് പന്തള രാജകുമാരനായ മണികണ്ഠൻ. ശരി, വളരെയധികം നന്ദി. ചെറിയ സമയം കൊണ്ട് പകർന്നു തന്ന അറിവുകളെക്കുറിച്ച് ഞങ്ങൾ പറയേണ്ട പ്രേക്ഷകർ തുടർച്ചയായി പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ വിജിൻ മേനോൻ പറയേണ്ട ശാസ്താപ്രീതി എന്നൊരു ചടങ്ങ് തമിഴ് ബ്രാഹ്മണരുടെ ഇടയിലുണ്ട്. PRP കുറുപ്പ് സാർ പറയുന്നത് എത്ര അറിവുകളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കുട്ടികളോ ശബരിമലയെക്കുറിച്ചൊന്നും അറിയാത്തവർക്ക് ഇത് വലിയ ഉപകാരം ചെയ്യും. ഉഷാ നല്ലൂർ നമസ്തേ പറയുന്നുണ്ട്. നന്ദനാർ നമസ്തേ പറയുന്നുണ്ട്. അജിത് ഭാസ്കർ നല്ല വിവരം നൽകിയതിന് നന്ദി പറയുന്നുണ്ട്. എന്തായാലും ഒട്ടനവധി പ്രേക്ഷകർ, നന്ദനാരുടെ നന്ദിയുണ്ട്. രവീന്ദ്രൻ ഇടശ്ശേരി, അയ്യപ്പ ചരിതം പലതും വാമൊഴിയായി നിലനിന്നു വന്നതാണ്. ശാസ്താവ് നിത്യബ്രഹ്മചാരി എന്നാണ് പറയുക. ശബരിമല അയ്യപ്പനും ധർമ്മശാസ്താവ് ഒന്നാണ് എന്ന് തന്നെയാണ് സാറ് നമ്മോട് വിശദമായി പറഞ്ഞത്. വളരെയധികം നന്ദി. RK വൈകുണ്ഠം, ശശിഭൂഷൺ സാർ, അറിവിൻ്റെ നിറകുടം. എന്തായാലും വളരെയധികം നന്ദി. ഈ വൃശ്ചിക പുലരിയിൽ ചരിത്രം, ആചാരം, പഴമ, പുതുമ ഒക്കെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന് നമസ്തേ. സ്വാമി ശരണം.